കുട്ടമ്പുഴയിൽ നിന്നും വനത്തിനുള്ളിൽ കാണാതായ 3 പേരും തിരികെ എത്താൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കാടിനുള്ളിലേക്ക് ഒരു വലിയ സംഘം തെരച്ചിലിനായി ഇന്നലെ തന്നെ പോയിരുന്നു. അവരുടെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് കണ്ടെത്തിയത്. ഈ 3 പേരെയും മായ, ഡാർലി, പാർക്കുട്ടി എന്നിവരെ കണ്ടെത്തി. ആരോഗ്യ പ്രശ്നങ്ങൾ ഏതുമില്ലാതെ സുരക്ഷിതരായിരുന്ന അവരെ തിരികെ വീട്ടിലേക്ക് വനത്തിന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ കഷ്ടി 1 മണിക്കൂറിനകം അവർ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റിയ ബേബി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പാർക്കുട്ടി, മായ, ഡാർലി 3 പേരുടെയും ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൽ പരം ആശ്വാസം എന്തുണ്ട് എന്ന് തന്നെ പറയണം. കാരണം ഒരു രാത്രി മുഴുവൻ ഈ കുട്ടമ്പുഴയിൽ ഈ നാടാകെ ആശങ്കയുടെ നിമിഷങ്ങളിലൂടെ കടന്നുപോയതാണ്. കാരണം ഇതുവഴി പശുവിനെ തേടി കാടിനകത്തേക്ക് പോയ സംഘമാണ്. 3 പേരാണ് പിന്നീട് കാണാതാവുകയും അവരെ പിന്നീട് ഇപ്പോൾ പുലർച്ചയോടുകൂടി കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. എന്തായാലും വലിയ ആശ്വാസകരമായ വാർത്തയാണ്. ഇതുവഴി 3 പേരും നടന്നു വരുമെന്നതാണ് നേരത്തെ സംസാരിച്ചവരൊക്കെ പറഞ്ഞത്. അവരുടെ കൂട്ടത്തിൽ നാട്ടുകാരുണ്ട്, മായയുടെ മകനുണ്ട്, ഒപ്പം തന്നെ ഫോറസ്റ്റിന്റെയും ഫയർഫോഴ്സിന്റെയും അടക്കമുള്ള ഉദ്യോഗസ്ഥരും അവരുടെ കൂട്ടത്തിലുണ്ട്. വലിയ സുരക്ഷിതമായി അവർ തിരിച്ചെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. വളരെ ശ്രമകരമായിരുന്നു ഇവരെ തെരഞ്ഞതും ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ സംഘങ്ങളായി തെരഞ്ഞ് നടത്തുകയും ഒക്കെ ചെയ്തത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഉൾപ്പെടെ നടത്തിയിരുന്നു, പക്ഷേ കണ്ടെത്താനായില്ല. അതിനുശേഷമാണ് നാട്ടുകാർ തന്നെ ഇവരെ ഒരു പാറക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. ആശ്വാസകരമായ നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 20 മിനിറ്റോ അരമണിക്കൂറൊക്കെ കൊണ്ട് അവർക്ക് ഇവിടേക്ക് എത്താൻ കഴിയുമെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഈ കണ്ടെത്തിയ സ്ഥലവും അവരിപ്പോൾ ഉള്ള സ്ഥലവും ഒക്കെ ഇവരുമായി സംസാരിച്ചപ്പോൾ പങ്കുവെച്ചപ്പോൾ അവർ പറയുന്നത് ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ അവർക്ക് നടന്ന് ഇതുവഴി വരാൻ കഴിയുമെന്നുള്ളതാണ്. ഇവരുടെ ആരോഗ്യസ്ഥിതി വലിയ ആശങ്കകരമൊന്നുമല്ല. പക്ഷേ ഈ ഭക്ഷണം കഴിക്കാതെ ഒരു ബിസ്ക്കറ്റൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്, വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഭക്ഷണം കഴിക്കാതെ കാടിനകത്ത് തുടരേണ്ടി വന്നതുകൊണ്ട് തന്നെ അത്ര വേഗത്തിലൊന്നും നടന്ന് ഇവിടേക്ക് എത്താൻ കഴിയില്ല. നടന്നു തന്നെ വേണം ഇവിടേക്ക് വരികയൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് സാവധാനം സമയമെടുത്ത് ഈ 3 പേരും ഉദ്യോഗസ്ഥരുടെയും മകന്റെയും നാട്ടുകാരുടെയും ഒക്കെ കൂടെ നടന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും സമയമെടുക്കുന്നത്. 4 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചായിരുന്നു ഇവരെ ഈ തെരച്ചിലിന് പോയ സംഘം കണ്ടെത്തിയത്. എന്തായാലും നേരത്തെ നാട്ടുകാർ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് വിറകെടുക്കാൻ പോയൊരു സ്ത്രീയെ ഇതുപോലെ കാണാതായിരുന്നു. അവർ രാത്രി മുഴുവൻ ഈ കാടിൻ്റെ അകത്ത് കഴിച്ചു കൂട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് അവരെ കണ്ടെത്തുകയായിരുന്നു, തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അവർ തന്നെ തിരികെ അമ്പലത്തിലെ പാട്ട് കേട്ട് രാവിലെ പുലർച്ചെയായപ്പോൾ തിരികെ വരികയായിരുന്നു. അതേപോലെ തന്നെ 3 പേരും നാടൊന്നാകെ ഫയർഫോഴ്സും പോലീസും ഫോറസ്റ്റും വാച്ചർമാരും ഒക്കെ തെരച്ചിൽ നടത്തിയിട്ടും കാണാതായ 3 പേർ വളരെ സുരക്ഷിതമായി തന്നെ ആൾക്കൂട്ടത്തെയൊക്കെ അതിജീവിച്ച് പാറയുടെ മുകളിൽ ഇരുന്ന് നേരം വെളുപ്പിച്ച് രാവിലെ ആയപ്പോൾ തിരിച്ചിങ്ങോട്ട് വരുന്നു എന്ന് പറയുന്നത് സന്തോഷകരമായ വാർത്തയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതാണ്. മായയുടെ ഭർത്താവൊക്കെ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞിരുന്നു ആശങ്കയായിരുന്നു. കാരണം എങ്ങനെയാണ് ഇവരെ കണ്ടെത്തുക, എങ്ങനെയാണ് ഇവർ ഈ രാത്രി അതിജീവിക്കുക, ഭക്ഷണം കഴിക്കാതെ ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ പോയവരാണ്. അതുകൊണ്ട് എങ്ങനെ കണ്ടെത്തുമെന്നുള്ളത് ആശങ്കയായിരുന്നു എന്നതാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ ഇവിടെ തുടരുന്നുണ്ട്. ഇവിടേക്ക് അവർ എത്തുമെന്നതാണ് പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും അവരുടൻ തന്നെ ഇവിടേക്ക് എത്തുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. 3 പേരും സുരക്ഷിതരായി തന്നെ മകൻ്റെ ഒപ്പം നാട്ടുകാരുടെ ഒക്കെ ഒപ്പം ഇവിടേക്ക് വരുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അകത്തും ഫോറസ്റ്റിന്റെയും ഫയർഫോഴ്സിന്റെയും 3 പേരും നടന്ന് ഇവിടേക്ക് വരുന്നത്. ഇന്നലെ ഈ തെരച്ചിലിനുണ്ടായിരുന്ന നാട്ടുകാരനായ സാബുവിന്റെ വാക്കുകളാണ് നമ്മൾ ഏറ്റവും അവസാനമായി കേട്ടത്. അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ ഒരു അപകടകരമായ സാഹചര്യത്തെ അവരെങ്ങനെ തരണം ചെയ്തു എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ആനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്ന ഒരു പാറയുടെ മുകളിലാണ് അവരുണ്ടായിരുന്നത്. ഈ 3 പേരും മായ പറഞ്ഞ സൂചനകളുടെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലായി അവർ തെരച്ചിൽ നടത്തുകയായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും പോയപ്പോൾ അവിടെയൊന്നും ഈ 3 പേരും ഉണ്ടായിരുന്നില്ല. ഇവർ നിന്ന സ്ഥലത്തും ആനക്കൂട്ടത്തെ കണ്ടു. അതുകൊണ്ട് തെരച്ചിലിന് പോയ സംഘവും സുരക്ഷിതരായ ഒരു പാറയുടെ മുകളിൽ ഇരിക്കുകയായിരുന്നു. അവരും അങ്ങനെ കാടിനകത്ത് തന്നെ നേരം വെളുപ്പിച്ചു. നാട്ടുകാരാണ്, മകനുണ്ട് ഈ കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അവർ അമ്മയെയും മറ്റുള്ളവരെയും കണ്ടെത്തിയേ തിരിച്ചു വരുള്ളൂ എന്ന് ഉറപ്പിച്ച് തന്നെ കാടിനകത്ത് നിലയുറപ്പിക്കുകയായിരുന്നു. അതിനുശേഷം പുലർച്ചെ 3 മണിയോടുകൂടി തിരച്ചിൽ പുനരാരംഭിച്ചപ്പോഴാണ് മറ്റൊരു സ്ഥലം ഇവർ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പാറക്കൂട്ടവും
ആനയും ഒരു കുളവും ഒക്കെയുള്ള വെള്ളക്കെട്ടൊക്കെയുള്ള ഒരു സ്ഥലം എന്ന സൂചന വെച്ച് അന്വേഷിച്ചപ്പോഴാണ് ഏകദേശം ഒരു സ്ഥലം കണ്ടെത്തിയത്. അവിടെ എത്തുമ്പോൾ ആ പാറയുടെ മുകളിൽ 3 പേരും ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ്. നിങ്ങൾ കാട്ടിനകത്ത് പോയ ആളായിരുന്നോ? എത്തിണ്ടേ? ചേട്ടനാ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണോ? റിയ ബേബിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ദൃശ്യങ്ങളും. സുരക്ഷിതരാണ്.